റിപ്പോർട്ടർ ബ്രേക്കിംഗ്. CPM CPI പോരിന് പിന്നാലെ എറണാകുളം പാലക്കുഴ സർവീസ് സഹകരണ ബാങ്ക് ഭരണം CPMന് നഷ്ടമായി. പാലക്കുഴയിൽ CPIയും കോൺഗ്രസും ഒരുമിച്ചു. CPI കോൺഗ്രസ് കേരള കോൺഗ്രസ് എം സഖ്യമാണ് CPM ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. കേരള കോൺഗ്രസ് എം പ്രതിനിധി പുതിയ പ്രസിഡന്റ് അയക്കുമെന്ന് അറിയുന്നു. ലിബി സജീന്ദ്രൻ, എന്താണ് സംഭവിച്ചത്? ചില സൂചനകളായി ഇതിനെ എടുക്കാമോ? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കൂത്താട്ടുകുളത്തിനടുത്തുള്ള പാലക്കുഴയിൽ CPM CPI പോര് രൂക്ഷമാണ്. അതിന്റെ ഒരു അനുരണനമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. പാലക്കുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണമാണ് CPMന് നഷ്ടമായിരിക്കുന്നത്. ഇവിടെ CPMന് 6, CPIക്ക് 3, കോൺഗ്രസിന് 3, കേരള കോൺഗ്രസ് എമ്മിന് 1 ഇങ്ങനെയായിരുന്നു അംഗബലം. അവിടെ നിന്നാണ് ഇപ്പോൾ മറുകണ്ഠം ചാടി ഇപ്പോൾ CPIയും കോൺഗ്രസും കേരള കോൺഗ്രസ് എം കൂടിയുള്ള സഖ്യമാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അവിശ്വാസ പ്രമേയം 6-നെതിരെ 7 വോട്ടുകൾക്ക് പാസ്സായിരിക്കുന്നു. അങ്ങനെ CPMന്റെ ജോസ് കുര്യാക്കോസിന് ഭരണം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. CPMന് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഇവിടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അന്ന് പാലക്കുഴ ഗ്രാമപഞ്ചായത്തിൽ ഏക CPM അംഗമാണ് ഉണ്ടായിരുന്നത്. അത് ഷാജു ജേക്കബാണ്. ഈ ഷാജു ജേക്കബ് പാർട്ടി മാറി CPIയിലേക്ക് വന്നു. അവിടെ തുടങ്ങിയതാണ് CPM CPI പോര്. ഈ ഷാജു ജേക്കബിനൊപ്പം 200 പേർ കൂടി CPM വിട്ട് CPIയിലേക്ക് വരുന്നു. പിന്നീട് ടിമ്പർ തൊഴിലാളി തർക്കം വരുന്നു. ടിമ്പർ തൊഴിലാളികളെല്ലാം കൂട്ടത്തോടെ ഇപ്പുറത്തേക്ക് വന്ന് AITUC ടിമ്പർ തൊഴിലാളി യൂണിയൻ രൂപീകരിക്കുന്നു. ഈ വാർത്തകളൊക്കെ നമ്മൾ ആ സമയത്ത് കൊടുത്തതാണ്. അതിനെ തുടർന്ന് ഇങ്ങോട്ട് CPM CPI പോര് രൂക്ഷമാകുന്നു. ഈ പോരിന്റെ ഒരു പ്രതിഫലനം നമ്മൾ കണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴയിൽ നിന്ന് മത്സരിച്ചത് CPIയുടെ ജില്ലാ സെക്രട്ടറി N അരുണാണ്. എന്നിട്ട് പോലും പാലക്കുഴയിൽ CPM CPIയെ പ്രചാരണ പരിപാടികളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ആരോപണമൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നതാണ്. അത്തരത്തിൽ CPM CPI പോര് രൂക്ഷമായൊരു സ്ഥലമാണ്. അതിന്റെ പ്രതിഫലനം എന്നോണം ഇപ്പോൾ ഭരണം CPMന് നഷ്ടമായിരിക്കുന്നു. ഇടത് സഹകരണ സംരക്ഷണ മുന്നണി എന്നായിരുന്നു ആ ഇടത് സഖ്യത്തിന്റെ പേര്. അതിപ്പോൾ പൊളിച്ചുകൊണ്ടാണ് CPIയും കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മും കൂടി ഉണ്ടാക്കിയിരിക്കുന്ന സഖ്യം വന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഇനി ഭരണം കിട്ടാൻ പോകുന്നത് മിക്കവാറും ഒരു അംഗബലമുള്ള കേരള കോൺഗ്രസ് എമ്മിനായിരിക്കുകയും ചെയ്യും. താങ്ക് യു. ലിബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്. ചില സൂചനകളായി കണക്കാക്കാമോ എന്ന് ചോദിച്ചാൽ കാത്തിരുന്ന് കാണാം.